ഹായ് വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. ഇന്ന് ഒരു സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇതിന്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറേ പേർക്കൊക്കെ അറിയാൻ മതിയാവും. പാലൂദ എന്നാണ് ഇതിന് പറയൽ. ഇതേപോലെ തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കലുണ്ട്. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള രണ്ട് ഇഫ്താർ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ പാലൂദ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു സോസ് പാൻ എടുക്കുക, അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ആയാലും മതി. എന്നിട്ട് അത് സ്റ്റവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. ഇനി ഈ സോസ് പാനിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഞാൻ 2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കുക. 2 കപ്പ് പാലൊഴിക്കുമ്പം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളയ്ക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതന്നെ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനുള്ളതല്ലേ, അപ്പോൾ അധികം മധുരം വേണ്ട. കൂടുതൽ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസ്തായ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് 3.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറവോ പഞ്ചസാര ചേർക്കുക. ഇനി ആ മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ സാധാരണ പാലൂദക്ക് മൈദപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യൽ, പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യുക. ഇതേ അളവ് തന്നെയാണ്, ഇതേ പ്രൊസീജിയറും ആണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഫ്ലെയിം മീഡിയത്തിലാണ് വെക്കേണ്ടത്, ഹൈയിലാക്കരുത്. ഹൈയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം മൈദപ്പൊടി കട്ട കെട്ടിപ്പോവും. പിന്നെ ഈ സമയം ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വരുമ്പം പാലൂദക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും നല്ല രസമാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇനി ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആ മൈദ പെട്ടെന്ന് തന്നെ വേവും, ആ സമയം മാത്രം മതി. പിന്നെ ക്യാരറ്റ് അങ്ങനെ അധികം വെന്ത് ഉടയണമെന്നില്ല, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ മൈദ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ പാലൂദക്ക് വേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കുടിക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ പാലൂദ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് തൂമിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അവസാനത്തെ പരിപാടിയായിട്ടുള്ള ഉള്ളി തൂമിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്കൊരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു ഗോൾഡൻ കളറായി വരണം. ഉള്ളി മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ അണ്ടിപ്പരിപ്പ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ എത്ര അണ്ടിപ്പരിപ്പ് വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് നമ്മുടെ പാലൂദയിലേക്ക് ഒഴിക്കുന്നത്.
അങ്ങനെ നമ്മുടെ പാലൂദ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു നേരെ ചൂടിൽ കുടിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്, എന്തായാലും ഇഷ്ടമാവും. നമ്മളെ തരിക്കഞ്ഞിയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും ഈ ക്യാരറ്റൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. മിസ്സസ് മലബാർ എന്നാണ് ഇൻസ്റ്റ ഐ ഡിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്